അലോഷി, നീ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന ചോദ്യം ചോദിച്ച സിനിമ ഇയോബിൻ്റെ പുസ്തകം. അതിനകത്ത് അലോഷി പറയുന്ന ഒരു ഡയലോഗുണ്ട്. നിയമങ്ങളില്ലാതാവുന്ന കാലത്ത് അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന്. നമുക്ക് ആ ഡയലോഗിനെ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലോ. നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതിയിൽ വിശ്വാസമില്ലാത്തവരുടെ, ഭരണ സംവിധാനത്തിന്റെ കഴിവിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തവരുടെ, യുക്തിയോടുകൂടി പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരുടെ ആദ്യ പ്രതിരോധമാണ് ആക്രമണം. സംഭവം വളരെ സിമ്പിളാണ്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അദ്ദേഹം ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി, അത് അവരെ വേദനിപ്പിച്ചു. അവർ കരഞ്ഞുകൊണ്ടാണ് ഓഫീസ് വിട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ MLA വിളിച്ചിട്ട് വീട്ടിലുള്ള സ്ത്രീകളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ മോന്ത അടിച്ചു പൊളിക്കും എന്നുള്ള ഡയലോഗാണ് പറഞ്ഞത്. നമുക്ക് ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണോ താൻ പെരുമാറി? എന്റെ അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ റേറ്റ് ചെയ്ത് കിട്ടണമെന്നപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇതിൽ MLA ചെയ്യുന്നൊരു വളരെ മോശം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പറയാൻ എന്തോ ഒരു കാരണമുണ്ട്. നമ്മൾ ആ കാരണം കേൾക്കാൻ തയ്യാറാവണം. ഈ നിയമവ്യവസ്ഥയിൽ, ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് പരിപാടികളിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ, അയാൾ ഒരു കാര്യത്തിന് വേണ്ടി ഓഫീസിൽ ചെന്നിട്ട് പുള്ളി ഉദ്ദേശിച്ച പോലെ കാര്യം നീങ്ങുന്നില്ല, അപ്പോൾ തട്ടിക്കയറി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനൊക്കെ കുറിച്ച് പഠിച്ചൂടെ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഒരു ജനപ്രതിനിധിക്ക് എന്താണ് അവിടെ മറ്റേ ആൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു തോന്നലുണ്ടാവുന്നില്ല. കാരണം പുള്ളിയുടെ വികാരം വളരെയധികം വ്രണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി കരഞ്ഞുകൊണ്ട് ഓഫീസ് വിട്ട് പോകേണ്ടി വന്നു. ശരിയാണ്, ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കാനായിരിക്കും തോന്നുന്നത്. പക്ഷേ ഒരു ജനപ്രതിനിധി പ്രതികരിക്കുന്നതിന് മുമ്പ് രണ്ടു വശവും കേൾക്കേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കില്ലേ. എന്തായാലും അത് കേട്ടിട്ടില്ല. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ പിടിച്ചിട്ടില്ല. ഇല്ല, അവര് നോർമലായിട്ട് കാര്യം നടക്കാണെങ്കിൽ നടന്നോട്ടെ. ഇതാണ് എനിക്ക് ഇതിനകത്ത് പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യം. ഞാൻ നിങ്ങളെ ഒരു റെക്കമെൻഡേഷന് വേണ്ടി വിളിച്ചിട്ടില്ല. നോർമലായിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി. അങ്ങനെയല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ ഒരു സാധാരണ രീതി വെച്ചിട്ട് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ് ശരിയാക്കിക്കും എന്ന് പറയുന്നൊരു ധ്വനി അതിൻ്റെ അകത്തില്ലേ. അല്ലെങ്കിൽ സഹോദരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞെല്ലാം ശരിയാക്കിയേനെ. ഇനി അവരത് നോർമലായിട്ടുള്ള രീതിക്ക് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. അപ്പം നോർമൽ അല്ലാത്തൊരു രീതിയുണ്ട്. അത് ജനപ്രതിനിധികൾക്കും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും സുഗമമായി കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നൊരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. ഇത് നമുക്കാർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അല്പസ്വല്പം സ്വജനപക്ഷപാതമൊക്കെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുടെ കയ്യിലുണ്ട്. ഒരർത്ഥത്തിലും അതൊരു നല്ല കാര്യമല്ല. പക്ഷെ താങ്കൾ അവർ വന്നപ്പോൾ അതിനകത്തൊരു അധികാര പരിധി ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം കൂടി അടങ്ങിയിട്ടില്ലേ. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് വളരെ മോശമായിട്ടാണ് സംഭവിച്ചത്. അതായത് ഇദ്ദേഹത്തിൻ്റെ സഹോദരി മാരേജ് രജിസ്ട്രേഷൻ പരിപാടിക്ക് വേണ്ടി ചെന്നതാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി മോശമായി സംസാരിച്ചു എന്നുള്ളതാണ്, അവരെ വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ് MLA ഈ ഒരു ഫോൺ കോളിൽ പറയുന്നത്. അതായത് ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണ്. അയാൾക്ക് ആദ്യം കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് മോശമായി സംസാരിച്ചു, അത് ശരിയായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ കോളിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ഓഫീസിലുള്ള മറ്റുള്ളവരോട് നിങ്ങൾ മോശമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്ന്. ഇത് ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ MLAയുടെ ഒരു ന്യായീകരണ വീഡിയോ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം വേറെ ചില കാര്യങ്ങളും കൂടി എക്സ്ട്രാ പറയുന്നുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം കേട്ട് തീർക്കാം. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിൽ അടിച്ചു മോന്ത പിടിക്കും. ഇതിലെന്താണെന്നറിയോ, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ലെങ്കിൽ അടിച്ച് മോന്ത പൊളിക്കും എന്ന് പറയുന്ന അത്രയുമാണ് ഇതിലെ ഡയലോഗെങ്കിൽ അത് ഒരു പൊതുവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി, അതായത് എല്ലാ സ്ത്രീകളോടും നന്നായി പെരുമാറണം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് അത് വരും. പക്ഷേ ഇദ്ദേഹം ആദ്യം മുതലേ ചോദിക്കുന്നത് തനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നോടുണ്ടോ, എന്നോട് എന്തെങ്കിലും രാഷ്ട്രീയപരമായ പ്രശ്നം തനിക്കുണ്ടെങ്കിൽ അത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് കാണിച്ചാൽ അടിച്ച് മോന്ത തിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പൊള്ളിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പറഞ്ഞത് മാത്രമാണ്. അയാളൊരു MLA ആയതുകൊണ്ട് ഇതുപോലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റും. അതായത് കയ്യിൽ പവർ ഉള്ളത് കൊണ്ട് മാത്രം അത് പ്രകടിപ്പിക്കുക എന്ന് പറയില്ലേ. നാളെ തനിക്ക് ആവശ്യമുള്ളതോ ഇഷ്ടമുള്ളതോ ആയൊരു കാര്യം മറ്റൊരാൾ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ, ഇതേ പവർ അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുകയല്ലേ ചെയ്യുക. നിയമസഭയിലായതുകൊണ്ടാണോ അല്ലെങ്കിൽ നേരിട്ട് എന്നിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
സാറ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ പറയാം. പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവളെ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് കാര്യം, അവൾ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല, അവിടെ വന്ന ആളുകളാണ് പറഞ്ഞത്. ആദ്യം ഒരു പരാതി ഉണ്ടാകുമ്പോൾ MLA പ്രതികരിക്കാൻ പോകുമ്പോൾ പരാതി ആർക്കാണുള്ളത് എന്ന് പറയുന്നൊരു ചോദ്യം വേണ്ടേ, അല്ലെങ്കിൽ അതിനൊരു ഉത്തരം വേണ്ടേ? ഇവിടെ പരാതിക്കാരിക്കില്ല, പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടു, അപ്പം ഞാൻ വിടൂല, ഞാൻ പ്രതികരിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം. അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ കണ്ടു തന്നവർ കേട്ടിരുന്നവരുണ്ട്. അത് തന്നെ ആണ് ശരിക്കും സംസാരിക്കുകയാണെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീണ്ടും ഈ വർത്തമാനം വന്നിട്ട് വന്നു കഴിഞ്ഞാണല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്, വന്നിട്ട് നേരെ മോഹത്തിൽ കണ്ട് തന്നിട്ടേ സംസാരിക്കുന്നു. വന്നിട്ട് നേരെ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കുള്ളൂ. ഇദ്ദേഹത്തിനാണ് ജനപ്രതിനിധി ആയിരിക്കാനുള്ള ഇത്രയും അധികാരം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് വളരെ വളരെ അപകടകരമായൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം ഇന്നാട്ടിലെ നിയമവ്യവസ്ഥിതിയെ, ഭരണ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കുന്ന, അതിനോട് കൂറു പുലർത്തുന്ന, അതിനൊക്കെ വേണ്ടിയിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നതിന് മുമ്പ് അയാളുടെ കാര്യകാരണങ്ങളൊക്കെ ചോദിച്ചറിയുക, അയാൾക്ക് പറയാനുള്ളത് കേൾക്കുക, നിയമപരമായി ഇതിനെ നേരിടാനുള്ള മാർഗം നോക്കുക. ഇവിടെ ഇദ്ദേഹം ഈ ഭീഷണി കോളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് മോശമായി പ്രതിപാദിച്ചു എന്നുള്ളത്, അവരെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. സർക്കാർ ഓഫീസിൽ തൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളോട് സർക്കാർ ഉദ്യോഗസ്ഥൻ മോശമായി സംസാരിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ നിയമപരമായി നേരിടേണ്ടതാണ്. പക്ഷേ ഇവിടെ പരാതിക്കാരി ഈ പറയുന്ന സഹോദരനായ MLA പോലും അത് പറഞ്ഞിട്ടില്ല. പുള്ളി ഏറ്റെടുത്ത ആദ്യത്തെ നടപടി തല്ലുക എന്നുള്ളതാണ്. അതായത് ഒരു തൊഴിലാളിയെ അയാളുടെ തൊഴിലിടത്ത് ചെന്ന് ആക്രമിക്കും എന്നുള്ളതാണ് MLA പറഞ്ഞു വെക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഈ ഡോക്ടർമാരുടെ സംരക്ഷണത്തിനെ കുറിച്ച്. അതായത് അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അവിടെ വെച്ച് അവർക്ക് ചിലപ്പോൾ ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ട് വരുന്ന ആളുകളോട് അത്ര സുഖമല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വന്നേക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഡോക്ടറെ ആക്രമിക്കുന്ന രീതി ഒരുപാട് കൂടുകയും ഡോക്ടർമാർ ആക്രമണത്തിനിടയാവുന്ന സാഹചര്യങ്ങൾ കൂടുകയും ചെയ്തപ്പോൾ ഡോക്ടർമാർ അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരായിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു ഭരണ സംവിധാനമുള്ള കേരളത്തിലാണ് തൊഴിലിടത്ത് ചെന്ന് ആക്രമിച്ചതിന് ശേഷമേ ഞാൻ നിന്നോട് സംസാരിക്കുള്ളൂ എന്നൊരു MLA പറയുന്നത്. ഇപ്പോൾ ഉണ്ടായ രോഷത്തിന് അദ്ദേഹത്തിന് തല്ലാനാണ് തോന്നിയത്. നാളെ കുറച്ചും കൂടി രോഷം കൂടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെയുള്ള ആളുകളാണോ തൊഴിലെടുത്ത് ഓരോ തൊഴിലാളിയും സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മാത്രമല്ല, താങ്കൾ മെമ്പർമാരോട് മോശമായിട്ട് പറഞ്ഞത്. ആ മുസ്തഫ മെമ്പറോടൊക്കെ മോശമായിട്ട് സംസാരിച്ചു. മറ്റു മെമ്പർ സ്ത്രീകൾ ഹസീന മെമ്പറോടൊക്കെ മോശമായിട്ട് ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനിത് ആൾക്കാർ മോശമായിട്ട് സംസാരിക്കാനായിട്ടോ അല്ല, അയാളുടെ പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിക്കുന്ന അതാണ് വീട്ടിൽ വെച്ചേക്കും. വീട്ടിലാവാം, വീട്ടിൽ മോശമായിട്ട് സംസാരിക്കാം. നല്ല ബോധ്യമുണ്ട്. ഞാൻ നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. അല്ല പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം അങ്ങോട്ട് പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ അല്ല പിന്നെ എന്ന് പറയുന്ന ഒരു ആശ്വാസം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇത് വാർത്തയാവുന്നതിന് മുമ്പ്, കുറേ നാൾ മുമ്പ് സംഭവിച്ചു, ജനുവരിയിൽ എങ്ങാണ്ട് സംഭവിച്ചതാണ്. അതിനുശേഷം വാർത്തയായതിനു ശേഷം ബഹുമാനപ്പെട്ട MLA അതിനെക്കുറിച്ച് ഒരു ന്യായീകരണം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ആ ന്യായീകരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ഈ പരിപാടി ഞാൻ ഏറ്റെടുത്തത് ഇന്നല്ല, ദിവസങ്ങൾക്ക് മുമ്പാണ്. അവര് എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പങ്കെടുത്തു. അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഇന്നലെ രാത്രി എനിക്ക് ആദ്യം പറഞ്ഞ സാധനം കേട്ടപ്പോൾ പെട്ടെന്ന് വന്നത്, അതായത് ഞാൻ ഈ ന്യായീകരണം പറയാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതല്ല, എന്നെ നേരത്തെ വിളിച്ച് റെഡിയാക്കിയതാണ്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങൾക്ക് ഇപ്പം മറുപടി പറയാം. വളരെ യാദൃശികമായിട്ടാണെങ്കിലും ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റൊന്നുമല്ല, എന്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ്. 9 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയാണ്. സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നുള്ള ഒരു ഭാഗമായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. കാരണം തെറി വിളിക്കുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ എങ്ങനെ പ്രതികരിക്കണം എന്ന് അവർ പഠിച്ചിരിക്കുന്ന ഒരു രീതിയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. മാത്രമല്ല, തെറിവിളി എന്ന് പറയുന്നത് അടി ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. അതായത് ഉള്ളിലുള്ള ദേഷ്യം മറ്റവനെ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ ഈ തെറിവിളിയിൽ അങ്ങ് തീർക്കും. പക്ഷേ ഈ തെറി കേൾക്കുന്നവന് അതോടുകൂടി ഇതങ്ങ് തീർന്നു പോട്ടെ എന്നുള്ള ചിന്തയില്ലെങ്കിലാണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറുക. പക്ഷേ അതും കടന്ന് ആക്രമിക്കും എന്നുള്ളതാണ് ഭീഷണി. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാൾ മറ്റൊരാളെ അയാളുടെ തൊഴിലിടത്തിൽ ആക്രമിക്കും എന്നുള്ളത്, നിനക്ക് പറയാനുള്ളതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല, എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് തല്ലുകൊള്ളേണ്ട ആവശ്യമുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലും
എന്ന് പറയുന്ന ഭീഷണിയാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഒരു തെറി വിളിച്ചു എന്നോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നോ ഓരോ സിറ്റുവേഷനിലും ആളുകൾക്ക് അങ്ങനെ പല തോന്നലുകൾ ഉണ്ടാവും. ആ സർക്കാർ ഉദ്യോഗസ്ഥന് പരാതിയുമായി മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ തെറി വിളിയും ഒരു വിഷയമായേക്കാം. അല്ലാത്ത പക്ഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ആക്രമിക്കും എന്ന ഭീഷണി, തൊഴിലിടത്തിൽ ആക്രമിക്കും എന്ന് പറയുന്ന ഭീഷണി, അതൊരു ഫാസിസ്റ്റ് പരിപാടിയല്ലേ എന്ന് വരെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും, മോശമായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കർശനമായി ഇടപെടും. പക്ഷെ കർശനമായി ഇടപെടുന്നത് ആക്രമിക്കും എന്നുള്ള ഭീഷണിയോ ആക്രമിക്കുകയോ ആണെങ്കിൽ അത് തെറ്റാണ്. അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ്. പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം, ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചു ചോദ്യം വരും. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, ഇതായിരുന്നു അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കും ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങൾ തന്നെയാണ്, പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ഭിന്നശേഷിക്കാരായ, ഓട്ടിസം ബാധിച്ചിട്ടുള്ള, സെറിബ്രൽ പാൾസി ബാധിച്ചിട്ടുള്ള കുട്ടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം ടാഗ് ചെയ്ത് കുറച്ച് അതിനുശേഷം ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ മാതാവ് കൂടിയാണ് MLA യുടെ സഹോദരി എന്ന് പറയുന്നത്. അവരവിടെ ഇരിപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം, ആ കുട്ടി ഇന്ന് 12 വയസ്സായി. വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ. അത് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വിരോധമായിട്ട് ഫീൽ ചെയ്യുന്ന, വിരോധം എന്നല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കല്ലേ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അമ്മമാർ പോരാളിയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന KGF ഡയലോഗിന് ശേഷമാണ് അമ്മയെ പോരാളി എന്ന് പറയുന്ന ഒരു ടാഗിലേക്കൊക്കെ ആളുകൾ ഉൾപ്പെടുത്തിയൊക്കെ തുടങ്ങിയത്. ഒരു പോരാളിമാരാണ്, അല്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അച്ഛനും ഒരു പോരാളിയാണ്. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിനെ വിട്ടുകളയാതെ അതിനോടൊപ്പം നിൽക്കുന്ന അച്ഛന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരും കൂടി പോരാളികളാവാതെ അമ്മമാർ മാത്രം പോരാളികളാവുക എന്ന് പറയുന്നത് അത് ആ സിനിമയുടെ ഡയലോഗ് മാത്രമല്ല. ഇപ്പോൾ MLAക്ക് വേണ്ടുന്നത് ഒരു പോരാളിയായിട്ടുള്ള, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ള ഒരു സ്ത്രീ, അവർ നേരിട്ടൊരു ബുദ്ധിമുട്ടിനെതിരെ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ കുട്ടിയുടെ അച്ഛനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെയൊക്കെ അച്ഛന്മാരും അവരും പോരാളികളാണ്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ്, പകരം വെക്കാനില്ലാത്ത പോരാളികളാണ്. ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് 1ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി ആഴ്ചയിൽ 3 ദിവസം. ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒന്നാണ് എന്റെ പെങ്ങള്. അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ്. 12-11 വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ്, നന്നായി സംസാരിക്കും, നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുമായിട്ട് കോങ്ങല്ലൂരിൽ ഇവിടെ മുതലാണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനു മുമ്പ് പറഞ്ഞ പോരാളി അമ്മ സെൻറ്റിമെൻറ്റ്സ് എല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഈ ഭാഗം കേട്ടാൽ മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മനസ്സിലാവുള്ളൂ. ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ നേരം, അതായത് ശാരീരിക അസ്വസ്ഥതകളുള്ള പ്രത്യേകം കെയർ വേണ്ടുന്ന ഒരു കുട്ടിയുമായി ഒരമ്മ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആ കുട്ടിയെ ഓഫീസിനകത്ത് എവിടെയും പ്രവേശിപ്പിക്കാനോ ഒപ്പം നിർത്താനോ പറ്റാത്തതുകൊണ്ട് അവരൊരു വാഹനത്തിൽ ഇരുത്തി 1 മണിക്കൂറോളം ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അമ്മയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു. അവിടെ ആ സെക്രട്ടറി ഇരുത്തി. MLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നേരത്തെ പറഞ്ഞ പോരാളി അമ്മമാരില്ലേ, ആ അമ്മമാരോടും അച്ഛന്മാരോടും അത്തരം കുട്ടികളോടും കേരളത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നിലനിൽക്കുന്ന അവരെ പരിഗണിക്കാതെയുള്ള സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ പുള്ളി ഇപ്പോഴും ആ പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ട് ചീത്ത വിളിച്ചു എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്ക് ഇത്രയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുമായിട്ട് ഒരമ്മ 1 മണിക്കൂർ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗവൺമെൻറ് ഓഫീസുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നതാണ്. അല്ലാതെ എല്ലാ ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് നേരം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ക്യൂ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ട ഒരു സ്ഥലമല്ല. അവിടെ വരുന്ന ഇത്തരം കുട്ടികളുമായി വരുന്ന അമ്മമാർക്കുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണ്ടേ? ഇപ്പോൾ വീൽ ചെയറിൽ മാത്രം ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അവർക്ക് സർക്കാർ ഓഫീസുകൾ ആക്സസബിൾ ആവണമെങ്കിൽ അത്തരം യാത്രാ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നതിന് പകരം അവർക്ക് വീൽ ചെയർ കയറ്റിക്കൊണ്ടുപോകാനും ഇറക്കിക്കൊണ്ടുവരാനും സൗകര്യമുള്ള രീതിയിലുള്ള അത്തരം സൗകര്യങ്ങൾ
ഗവൺമെൻറ് ഓഫീസുകളിൽ വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ അമ്മയ്ക്ക് സർക്കാർ ഓഫീസിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതല്ലേ? ഞാൻ എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് നേരത്തെ ഒരു ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു ക്രെഡിറ്റ് പോലെയൊക്കെയാണ്. മിസ്റ്റർ MLA, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് നേരായ രീതിക്ക് നടക്കുക. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ മറ്റേതൊരു പൗരനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങളെ സമീപിക്കുമോ, നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുമോ അങ്ങനെ ഡീൽ ചെയ്യുക. അതാണ് സാമാന്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവം പോലെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചും ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്. ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, ഇവളെന്നോട് പറഞ്ഞില്ല. പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും അത് കേട്ട ആളുകൾ പറഞ്ഞു. തനിക്കൊരു അനീതി ഉണ്ടാവുമ്പോൾ അത് വേണ്ടപ്പെട്ട ആളുകളോട് പറയാം. ഏറ്റവും കുറഞ്ഞത് അധികാരസ്ഥാനത്തിരിക്കുന്ന സ്വന്തം സഹോദരനോട് പോലും പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെയാണ് വളർത്തപ്പെട്ടിട്ടുള്ളത്? തനിക്ക് നേരെ ഉണ്ടാവുന്ന അനീതിക്കെതിരെ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ ആ നിമിഷം ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വിക്ടിം ഷെയ്മിങ് നടത്തുകയല്ല. അവരെ എങ്ങനെ ട്രെയിൻ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മൊത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സ്ത്രീക്ക് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ല? അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തില്ല? ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിൽ ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ ഇതുപോലൊരു സാഹചര്യത്തിൽ മാറ്റി നിർത്തിയിട്ടും തുടരേണ്ടി വന്നു. അങ്ങനൊരു സാഹചര്യം ഉദ്യോഗസ്ഥൻ തുടർന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നാളെ വരൂ എന്ന് പറയുന്നതിന് പകരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് അത് എത്ര വലിയ പ്രശ്നമായി നമ്മൾ മാറ്റേണ്ടതാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ മനസ്സിൽ അതുണ്ടായി. ഞാൻ പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും അതുണ്ടായി. എന്തുണ്ടായി? അമർഷം ഉണ്ടായി. അതായത് എൻ്റെ പെങ്ങളെ അങ്ങനെ നിർത്തി, ഒരു കുട്ടീനെ അവിടെ നിർത്തിയിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന അമർഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ഇതിന് ശേഷം ഇദ്ദേഹം പറയുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാനുള്ളൊരു കാരണം ഇത് മാത്രമല്ല, പെങ്ങളെ മാത്രമല്ല, മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ, പെങ്ങള് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും. അപ്പോഴും മാധ്യമങ്ങളിൽ വരെ MLA-യുടെ പെങ്ങള് എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരാണ്? ഒരു MLA-യുടെ സഹോദരിയായി എന്നുള്ളത് കൊണ്ട് മാത്രം അവർ ക്രൂശിക്കപ്പെടേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. MLA-യുടെ സഹോദരിക്ക് നേരിട്ട ഒരു അതിക്രമമാണെങ്കിലും ആ അതിക്രമം ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത്, അവരെ ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവിടെ ഒരാൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാതിയാവുകയും അതൊരു വലിയ ചർച്ചയാവുകയും അതിന് മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോവുകയും ചെയ്യണ്ടേ? ഇത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേട്ടാൽ എന്ത് വിചാരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പരാതി കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്നെപ്പോലൊരു സഹോദരനുള്ളപ്പോൾ അവൾ ബുദ്ധിമുട്ടുകയോ എന്ന് പറയുന്ന ഒരു ചിന്തയാണോ? നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾ നേരിടുന്ന, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന് പറയുമ്പോൾ അവർ നേരിടുന്ന അത്രയും വലിയ ബുദ്ധിമുട്ടുകളെ നിയമസഭയിൽ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ നിയമനിർമ്മാണത്തിലേക്ക് പോലും വിരൽ ചൂണ്ടാവുന്ന രീതിയിൽ ഈ വിഷയത്തിനെ എസ്കലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടും നിങ്ങൾ പറഞ്ഞു പരാതി കൊടുക്കണ്ട, ഞാൻ വിളിച്ചോളാമെന്ന്. നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എന്ത് കൊക്കനട്ടാണ് സംഭവിച്ചത്? നിങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ആ ഉദ്യോഗസ്ഥൻ വീട്ടിൽ ചെന്ന് പേപ്പേഴ്സ് റെഡിയാക്കി കൊടുത്തോ? അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടുണ്ടോ? അതല്ലല്ലോ ഇവിടുത്തെ പരിഹാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നമേ അതല്ലല്ലോ. പരാതി MLA-യുടെ സഹോദരി കൊടുത്തു എന്നുള്ളത് കൊണ്ട് MLA-യുടെ സഹോദരിയൊക്കെ പരാതി കൊടുത്താൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഈ നാട്ടിലൊരു വ്യവസ്ഥയുണ്ടോ? മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും. ഇത് മറ്റേ സാധനമാണ്. മറ്റേ സ്ത്രീ പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായാൽ കേസ് കൊടുത്താൽ പോലീസുകാർ ചോദ്യം ചോദിക്കും, വക്കീലന്മാർ ചോദ്യം ചോദിക്കും, അയ്യോ പത്രത്തിലൊക്കെ വരും, എൻ്റെ കുട്ടിയുടെ മാനം പോവും, അതുകൊണ്ട് ഞാനായിട്ട് ഇറങ്ങി തീർത്തേക്കാം എന്ന് ചിന്തിക്കുന്ന കാലഹരണപ്പെട്ടു പോയ ഒരു ചിന്താഗതിയുടെ റിഫ്ലക്ഷനാണിത്. അതിന് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതെ. അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറുന്നു. 2 വാക്കിൽ കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് പെരുമാറാനോ വർത്താനം പറയാനുള്ള കാരണം ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ. പോരാളിയുടെ ഹിസ്റ്ററി ഒന്നും അവിടെ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയില്ല.
അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ഇതിപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് സെക്രട്ടറിയോടോ ഒരു വില്ലേജ് ഓഫീസറോടോ ഒക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് പറയാൻ സാധ്യതയുള്ളത് എൻ്റെ പൊന്നു സാറേ സർക്കാർ ഓഫീസിലേക്ക് എല്ലാ ദിവസവും വരുന്ന എല്ലാ ആളുകൾക്കും ഇതുപോലെ ഒരുപാട് തിരക്കുകൾ പറയാനുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാനുണ്ടാവും, ഒരുപാട് നിസ്സഹായ അവസ്ഥകൾ പറയാനുണ്ടാവും. എല്ലാവർക്കും നമുക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കേസിനെ ഡീൽ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നായിരിക്കും അവർ തിരിച്ച് പറയാൻ പോകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. ആ മറുപടിക്ക് എന്ത് ഉത്തരവാണ് അല്ലെങ്കിൽ ആ മറുപടിക്ക് മുകളിൽ എന്ത് ചോദ്യമാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക? അത് ചിന്തിക്കുന്ന ഒരാളാവണ്ടേ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. എൻ്റെ പെങ്ങള് പോരാളിയാണ് എന്നെനിക്കറിയാം. ആ പോരാളിയോട് മോശമായി പെരുമാറിയ ഒരാളെ ആക്രമിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണെന്നേ ഞാൻ പറയുള്ളൂ. അവർ മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായ എല്ലാ സാഹചര്യങ്ങളും മാറണം. ഉദ്യോഗസ്ഥൻ്റെ മനോനില അടക്കം മാറണം. ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റിയിട്ട് കാര്യമില്ല. ഇയാൾ ഇവിടെ ഒരു പോരാളിനെ മോശമായി ട്രീറ്റ് ചെയ്തിട്ട് അവിടെ പോയി വേറൊരു 10 പോരാളിയോട് മോശമായിട്ട് പെരുമാറും. അപ്പോൾ അതിന് ഉത്തരവാദി ആരാ ആവുന്നത്? MLA മുഹമ്മദ് മുഹസിൻ അല്ലേ? സ്വന്തം മണ്ഡലത്തിൽ എല്ലാവരും നല്ല ഉദ്യോഗസ്ഥർ അപ്പുറത്തൊക്കെ ഉള്ള ഒരു പ്രശ്നക്കാരായിട്ടിരുന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് യോജിച്ചതാണ്. അപ്പോൾ മാറേണ്ടത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ മനോനില അടക്കമാണ്. അതിന് പരാതികൾ ഉണ്ടാവണം, ചർച്ചകൾ ഉണ്ടാവണം. ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും അതിവിടെ പറയേണ്ട കാര്യം എന്താണ്? വീണ്ടും അത് പറയേണ്ട കാര്യം എന്താണ്? കാരണം അവളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ അവളോട് അങ്ങനെ മോശമായി പെരുമാറിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയാൽ ആരായാലും പ്രതികരിച്ചു പോകും എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് പോകുന്നു. സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. യഥാർത്ഥ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലേ? ഞാനത് പറയാൻ കാരണം ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയതുകൊണ്ടാണ്. യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നപ്പോ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇതുപോലെയുള്ള ഒരുപാട് പോരാട്ടം ഇതിൽ ജനങ്ങളാണ് വിഷമിക്കേണ്ടത്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളാണ് വിഷമിക്കേണ്ടത്. ഇതുപോലൊരു MLA ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ മറ്റേ KSEB ഓഫീസിലൊക്കെ പോയി പച്ചത്തെറി വിളിച്ചു പറയും. അദ്ദേഹത്തിൻ്റെ തെറി കുറച്ച് ഫേമസ് ആയി എന്നുള്ളതല്ലാതെ എന്ത് മാറ്റമാണ് മൊത്തത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ സിസ്റ്റത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ തനിക്ക് കിട്ടിയിട്ടുള്ള MLA സ്ഥാനം കൊണ്ടോ പറ്റൂല എന്ന് പറയുന്ന ഈ കോമൺ സെൻസ് ഇല്ലാത്ത വിവരമില്ലായ്മയുടെ ഒക്കെ പുറത്താണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. കുറേ തവണ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല, അപ്പം ഞാൻ പോയി 4 തെറി പറയാം, എന്നിട്ട് പറഞ്ഞ സുഖം നിങ്ങൾക്ക് കിട്ടും, അത് പബ്ലിഷ് ചെയ്യുമ്പോൾ കുറച്ച് മാധ്യമങ്ങൾക്ക് ഒരു കവറേജ് കിട്ടും എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ പറയും തല്ലി തീർക്കാന്ന്. അതാണ് അതിനേക്കാൾ വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഓരോ കുഞ്ഞും ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായ മറ്റു മേഖലകളിൽ പലതരത്തിൽ സൈബർ പാസി അടക്കമുള്ള നിരവധിയായിട്ടുള്ള അവസ്ഥകളിലൂടെ പോകുന്ന ആ കുട്ടികളുടെ ആ നിരന്തരമായി അവരെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ഓരോന്നും ചെയ്ത് നിരന്തരമായി ഇടപെട്ട് മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിച്ച് തന്റെ ജീവിതത്തിന്റെ മറ്റെല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടി ആ മാറ്റങ്ങളിൽ പോസിറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷത്തിന് ആ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. ഭിന്നശേഷിക്കാരായ ഓരോ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിട്ടുള്ള ഈ ലോകത്ത് നമ്മളെ പോലെ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനോ അവർക്ക് പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി കരുതലോടെ സ്നേഹത്തോടെ അവർക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് പോകുന്നതാണ് പുനർജനി ഒരു അമ്മ നടത്തുന്ന. പിന്നീട് സംഘടനയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഓട്ടിസം ബാധിച്ചിട്ടുള്ള, സെറിബ്രൽ പാസി ബാധിച്ചിട്ടുള്ള, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടുന്ന സാഹചര്യം നമ്മൾ ഒരുക്കണം. എങ്ങനെ? എൻ്റെ പെങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ വിളിച്ച് ചീത്ത പറയും, എന്നിട്ട് എല്ലാം ശരിയായി വരുമെന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെയാണോ? നാളെ ആ കുഞ്ഞ് വളർന്ന് വലുതായി ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സർക്കാർ ഓഫീസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ആ കുട്ടിക്ക് ആദ്യം ബോധ്യമുണ്ടാവണം. തനിക്ക് നേരെ ഒരു അനീതി ഉണ്ടായാൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവണം. ഇവിടെ പ്രതികരിക്കാൻ സഹോദരൻ മുന്നിട്ടിറങ്ങുകയാണ്. ഇദ്ദേഹത്തിൻ്റെ തെറിവിളി, ഈ ഭീഷണി, തല്ലും എന്ന് പറയുന്ന ഭീഷണി വീഡിയോൻ്റെ താഴെ കമൻസ് കണ്ടത് മുഴുവൻ ഇങ്ങനെയാണ്. ഒരു യഥാർത്ഥ സഹോദരൻ ഇങ്ങനെയായിരിക്കണം, സഹോദരൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഈ ആൺബോധം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് കൊണ്ടാണ്. അതായത് അവിടെ പ്രതികരിക്കാൻ ആ സ്ത്രീക്ക് പറ്റൂല, അല്ലെങ്കിൽ സ്ത്രീകൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല, ആണുങ്ങൾ തന്നെ പ്രതികരിക്കണം എന്നുള്ള ചിന്തപ്പുറത്തുണ്ടാവുന്നതാണ്. നിങ്ങൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാര്യ ഈ MLA വിളിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ നിയമപരമായിട്ട് ചെയ്യണം. അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിന്നാൽ മുട്ടുകാലിൽ ഞാൻ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA എന്തായിരിക്കും റിയാക്ട് ചെയ്യുക? അല്ലെങ്കിൽ ഈ കമൻ്റ് ഇട്ട ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ അവരുടെ വികാരം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? ഒന്നാമത്തെ കാര്യം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം സ്ത്രീകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, ഇദ്ദേഹം 2-3 വട്ടം ആ കോളിൽ പറഞ്ഞ കാര്യമാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്ന, ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്നൊക്കെ വരെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹം സ്ത്രീയെ അഡ്രസ്സ് ചെയ്യുന്നതേ അങ്ങനെയായിട്ടാണ്. ഈ പോരാളിയായ അമ്മ കുഞ്ഞിനെ നോക്കുന്ന ആളാണ്. ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന അവരുടെ അവസ്ഥയാണ് ഇദ്ദേഹം ഭീകരാവസ്ഥയായിട്ട് പറയുന്നത്. ആ സ്ത്രീക്ക് നേരെ ഉണ്ടായ അനീതിയെയാണ് ആദ്യം ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. അവരുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്തു, അവരുടെ ജീവിത സാഹചര്യത്തിന് ചോദ്യം ചെയ്തു. ആദ്യം അവരാണ് പ്രതികരിക്കേണ്ടത്.
നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ, എന്നോട് ഇത്രയും മോശമായി പെരുമാറാൻ എന്ന് ചോദിക്കാൻ അവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? അവരെ എന്തുകൊണ്ട് അതിനെ പ്രാപ്തയാക്കിയില്ല? എത്രയോ വർഷങ്ങളായി നടന്നു വന്നിരുന്ന അവരുടെ ജീവിത സാഹചര്യം അതിനൊരു കാരണമായേക്കാം. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീ എന്ന പ്രയോഗത്തിലൂടെ, ഇദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തിനാണ് കേസ് കൊടുത്താൽ അതിൻ്റെ പുറകേക്ക് അവൾ ബുദ്ധിമുട്ടി നടക്കേണ്ടി വരും? ഞാനാവുമ്പോൾ അതങ്ങോട്ട് തല്ലി തീരുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ തീരുമല്ലോ, കാരണം എൻ്റെ കയ്യിൽ പവർ ഉണ്ടല്ലോ. ഇനി ഇദ്ദേഹം ആക്രമിക്കും എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആത്മധൈര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ അയാൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ആത്മധൈര്യത്തിനെ, മാനസികാവസ്ഥയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ജനപ്രതിനിധികളും ഭരണ സംവിധാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുക. ഒരാൾക്ക് നേരെ അനീതി ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണമെന്നും അങ്ങനെ പരാതി കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുമുള്ള മാതൃകയായിരുന്നു MLA ഇവിടെ സൃഷ്ടിക്കേണ്ടിയിരുന്നത്. അതേസമയം MLA തന്നെ പറയുന്നു, വേണ്ട പരാതിയായിട്ടൊന്നും പോയിട്ടൊന്നും കാര്യം, ഞാൻ പോയി തല്ലി തീർക്കാം. അപ്പോൾ ബാക്കി ജനങ്ങളും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാളെ എത്രയോ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇതുപോലെ പല കാര്യങ്ങൾക്കായി ക്യൂ നിൽക്കേണ്ടി വരുന്ന ആളുകൾ എൻ്റെ കാര്യം നടത്തി തന്നില്ലെങ്കിൽ മോന്തടിച്ച് പൊളിക്കുമെന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ, അവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് അവൻ്റെ മോന്തടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുമെന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും നമ്മുടെ മുഴുവൻ സിസ്റ്റത്തിനെ ബാധിക്കുക? ജനാധിപത്യ മൂല്യങ്ങളുടെ, ഭരണ സംവിധാനത്തിൻ്റെ കഴിവുകളെ ഒക്കെ കുറച്ച് കാണുന്നൊരു നടപടിയായി പോയില്ലേ ഇത്? പരാതി കൊടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ കഴിവിൽ ഒരു വിശ്വാസവും ഇല്ലാതെ ഒരു ജനപ്രതിനിധി പെരുമാറാണ്. മറ്റൊരു പ്രധാന പ്രശ്നം നേരത്തെ പറഞ്ഞ സ്ത്രീയെ നോക്കിക്കാണുന്ന രീതി, അവൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാനങ്ങ് പ്രതികരിച്ചേക്കാം എന്ന് പറയുന്ന സഹോദരന്മാരുടെ രീതി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ പുറകിലുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ആ അമ്മ അവിടെ നിൽക്കേണ്ടി വന്ന വിഷയത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് നേരെ മോശം പരാമർശങ്ങൾ നടത്താൻ, ഏത് തരത്തിലായിരുന്നു, സ്ത്രീക്ക് നേരെയല്ല ഒരു പുരുഷന് നേരെയും അയാളുടെ ജീവിത സാഹചര്യത്തിനെ, വിദ്യാഭ്യാസത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ, അതിനെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഇവിടെ ഒരുത്തനും അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സംവിധാനങ്ങൾ കൂടുതൽ ശക്തവും സുതാര്യവുമായി മാറ്റേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കാണ്. പിന്നെ മേൽ പറഞ്ഞ ശാരീരിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളേണ്ടതും നിയമസഭയിൽ ഇരുന്നിട്ട്, നിയമസഭയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഫോം വിളിച്ചിട്ട് ഞാൻ തല്ലിക്കളയും, മോന്തടിച്ച് പൊളിക്കും എന്ന് പറയുന്ന ഭീഷണി പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഗംഭീരമായനെ അതേ നിയമസഭയിൽ ഒരു വിഷയത്തിന്, ജനങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡിസ്കഷനിൽ ഇത്തരം ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നതും അതിന് വേണ്ടുന്ന ഒരു നടപടി കൈക്കൊള്ളുന്നു. അതുപോലെ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം, തൊഴിലിടത്ത് ആക്രമിക്കപ്പെടും എന്ന ബോധ്യം അല്ലെങ്കിൽ അത്തരമൊരു ഭയം തൊഴിലാളികൾക്കിടയിൽ യാതൊരു തരത്തിലും സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്തത് കേവലം ഒരു ഫോൺ കോൾ ഉണ്ടായി, ഒരു ഭീഷണി കോൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ആക്രമിക്കും എന്ന ഭീഷണി ഒരു ജനപ്രതിനിധി ഉയർത്തിയത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെ അല്ലാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് വേറെ ഏതൊക്കെയോ വഴിക്ക് പോയി ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു കാര്യമായി ഇത്തരം ഒരു പ്രശ്നത്തിനെ മാറ്റിയതിൽ എനിക്ക് വിയോജിപ്പുണ്ട്, ഖേദമുണ്ട് എന്ന് അറിയിക്കാനാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ചർച്ച ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് മുഹ്സിൻ എന്ന് പറയുന്ന ഈ MLA മോശമാണെന്ന്, MLA കൊണ്ട് കാര്യമുള്ളത്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആയിരുന്നില്ല അത് ഡീൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യകരമായ ചർച്ചകളാവാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക.